ലോകമൊട്ടാകെ മോഹൻലാലിന്റെ ആരാധകർ കാത്തിരുന്ന എമ്പുരാൻ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്നു. ഓരോ തിയേറ്ററിലും ആരാധകർ ആർപ്പുവിളിയോടെയാണ് ഈ സിനിമ സ്വീകരിക്കുന്നത്. ഈ പൃഥ്വിരാജിന്റെ കടുത്ത ആരാധകനായ രജീഷ് കുന്നപ്പള്ളി നമ്മോടൊപ്പം ഉണ്ട്. ഈ പെരിന്തൽമണ്ണയിലെ വിസ്മയ തിയേറ്ററിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇതിലെ കഥാപാത്രമായ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സെയ്ദ് മസൂദിന്റെ വേഷത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകരെ ഇത് കണ്ടു കഴിഞ്ഞാൽ സെയ്ദ് മസൂദ് നമുക്ക് പ്രേക്ഷകർക്കൊപ്പം ചേരാം. പൃഥ്വിരാജിന്റെ കടുത്ത ആരാധകനാണ്. പൃഥ്വിരാജിന്റെ ഏത് സിനിമ വന്നാലും പെരിന്തൽമണ്ണയിലെ തിയേറ്ററിൽ നിറസാന്നിധ്യമാണ് ഈ രജീഷ് കുന്നപ്പള്ളി. ആടുജീവിതം വന്നപ്പോൾ ആടുജീവിതത്തിലെ വേഷപ്പകർച്ചയായിരുന്നു, ഇപ്പോൾ സയ്യിദ് മസൂദിന്റെ വേഷപ്പകർച്ചയാണ്. പൃഥ്വിരാജിനോടുള്ള ഈ കടുത്ത ആരാധന എന്നു മുതലുണ്ടായതാണ്? രാജുവേട്ടന്റെ നന്ദനം ഫിലിം കണ്ട മുതലേ എനിക്ക് പൃഥ്വിരാജിനോടുള്ള ആരാധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ എല്ലാ റോളും ഏത് സിനിമ ചെയ്താലും അത് ഒരു വെറൈറ്റി, പിന്നെ ഡയറക്ഷൻ ആണെങ്കിലും അഭിനയാണെങ്കിലും എല്ലാം. കാരണം സകല കലാവല്ലഭനാണ് നമ്മുടെ രാജുവേട്ടൻ. അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞാൻ സാറിന്റെ കട്ട ഫാനാണ്. അതിലുപരി ഞാൻ സാറിന്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയി സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നു. പിന്നെ ഈ എമ്പുരാനിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ക്രൗഡ് സീനാണ്. അപ്പൊ അതിലുപരി അതിൽ എൻ്റെ ഫ്രെയിം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്, അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചത്. അല്ല രജീഷ്, ഈ പൃഥ്വിരാജിന്റെ കടുത്ത ആരാധകനാണ്, പൃഥ്വിരാജിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. പൃഥ്വിരാജിനെ ഒന്ന് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ താങ്കൾക്ക്? ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയില് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. രാജുവേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെൽഫി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ രാജുവേട്ടന്റെ കണ്ടു, പക്ഷെ സംസാരിച്ചു, പുള്ളി വിഷ് ചെയ്തു. നേരിട്ട് കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പൃഥ്വിരാജ് ഒരു നല്ല വ്യക്തിയാണ്. സിനിമാ ലോകത്ത് ഏറ്റവും മാന്യനായ വ്യക്തി മാത്രമല്ല, ഇടപഴകുന്ന കാര്യത്തില്, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന കാര്യത്തില്, കലാകാരന്മാരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യത്തില് താങ്കൾ ഒരു കലാകാരനാണ്. പെരിന്തൽമണ്ണയുടെ കലാകാരൻ മാത്രമല്ല, പൃഥ്വിരാജിന്റെ സിനിമയോടുള്ള കടുത്ത ആരാധനയും അദ്ദേഹത്തോടുള്ള കടുത്ത ആരാധനയും. അദ്ദേഹത്തെ നേരിട്ടൊന്ന് കണ്ടിട്ട് ഒരു അവസരം, നല്ലൊരു വേഷം തരാൻ ഒരുപക്ഷെ പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വേഷം തരില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ രാജുവേട്ടനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് സംസാരിക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. കാരണം രാജുവേട്ടൻ എപ്പോഴും ബിസി മാനാണ്. കാരണം ഏതു മേഖലയിലാണെങ്കിലും പുള്ളി ഭയങ്കര ബിസി മാനാണ്. അതുകൊണ്ട് തന്നെ കാണാൻ അവസരം കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം. അതിനൊരു അവസരം തന്നാൽ വളരെ സന്തോഷം. ഈ എമ്പുരാനെ കുറിച്ച് എന്താണ് ഇപ്പോൾ ആദ്യ പ്രതികരണം, അഭിപ്രായം? ഈ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാ റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്താണ് അഭിപ്രായം? എമ്പുരാൻ ഒരു റെക്കോർഡ് മൂവി ആയിരിക്കും. കാരണം ഇപ്പോൾ തന്നെ 100 കോടി അടുത്തിരിക്കുന്നു കളക്ഷൻ. ഇതെന്തായാലും ഒരു 100 100 അല്ല, ഒരു 100-300 കോടി കിടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.